Good afternoon. Okay, good afternoon. Good afternoon, ma'am. Okay, good Good afternoon, ma'am. തുടങ്ങാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് കുറച്ചും കൂടെ ഭാഗമല്ലേ നമുക്ക് എടുക്കാനുള്ളൂ. അപ്പൊ നമുക്കത് എടുത്ത് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാന് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ ഞാനിന്ന് ഓൺ മ്യൂട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സില് നമുക്ക് നേരത്തെ തീരാണെങ്കിൽ നമുക്ക് നേരത്തെ നിർത്താം കേട്ടോ. ഓക്കെ, തീരുന്നത് നിർത്താം. നമുക്ക് കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്ക് പറയാനുള്ളൂ. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങള് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് തുടങ്ങാം കേട്ടോ. നമ്മൾ ഇൻസിഡൻസിനെ പറ്റിയാണ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇൻസിഡൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നെ അതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ ഇൻസിഡൻസിന്റെ ഫോർമുലയുടെ ചില പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, അതിന്റെ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി. ഇൻസിഡൻസിന്റെ ഉപയോഗങ്ങൾ, അതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ഇൻസിഡൻസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, എവിടെയൊക്കെയാണ് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ഏറ്റവും ഒടുവിൽ ലാസ്റ്റത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചാലഞ്ചസ് ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. നമ്മുടെ ചാപ്റ്റർ തുടങ്ങിയത് തന്നെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അപ്പൊ എന്നതിനെ പറ്റിയുള്ള ചെറിയൊരു ഇത് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങള് അതിന് ചോദ്യങ്ങളൊന്നും വരാനില്ല. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നൂതന സാങ്കേതിക വിദ്യകളൊക്കെ വന്നു. നൂതന സാങ്കേതിക വിദ്യകൾ വന്നു കഴിഞ്ഞപ്പോ അത് നമ്മുടെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എന്തിനു പറയുന്നു, പൊളിറ്റിക്കൽ പോളിസികളെ വരെ മാറ്റി എന്നാണ് പറഞ്ഞത് അല്ലെ. എന്നുവെച്ചാൽ നൂതന സാങ്കേതിക വിദ്യകള് ആരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ കാര്യം ചെലവ് കൂടുതലാണെങ്കിലും ആളുകൾ അത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. കാര്യം ഇന്നിപ്പോ രോഗനിർണയത്തിനാണെങ്കിലും ട്രീറ്റ്മെന്റിനാണെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം സാങ്കേതിക വിദ്യകൾ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അത് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോയിന്റുകൾ പഠിക്കാം കേട്ടോ. ഈ ഒരു ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും വരാനില്ല. പക്ഷെ നമ്മള് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളികള്, ചാലഞ്ചസുകള് എന്തൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 3 കാറ്റഗറി ആയിട്ടാണ്. ഏതൊക്കെയാണ് ആ 3 കാറ്റഗറി എന്ന് പറയുന്നത്? ഒന്നാമത്തത് പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ് കേട്ടോ. എന്താണ് പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ്? അതായത് രോഗികൾക്ക് നമ്മൾ സേവനങ്ങൾ കൊടുക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, അതാണ് ഒന്നാമത്തെ കാറ്റഗറി കേട്ടോ, പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ്. രണ്ടാമത്തെ എന്താണ്? ഇന്റേണൽ ചാലഞ്ചസ്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? അകത്ത് നിന്നുണ്ടാവുന്ന വെല്ലുവിളികൾ അല്ലെ. എന്ന് പറഞ്ഞാല് ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന കറക്റ്റ് ആണ്, ആന്തരികമായിട്ടുള്ള വെല്ലുവിളികൾ എന്ന് പറഞ്ഞാല് ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഏതാണ്? എക്സ്റ്റേണൽ ചാലഞ്ചസ് ആണ്, പുറത്തു നിന്നും വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്. അങ്ങനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. ഏതൊക്കെയാണ്? പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ്, പിന്നെ എന്താണ് ഇന്റേണൽ ചാലഞ്ചസ്, പിന്നെ എന്താണ് കറക്റ്റ് ആണ് കേട്ടോ സാന്ദ്ര പുറത്തുള്ളത് അല്ലെ, എക്സ്റ്റേണൽ ചാലഞ്ചസ്. ഓരോന്നും എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പോയിന്റുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓരോ ചാലഞ്ചസിന്റെ കീഴിൽ ഏതൊക്കെ പോയിന്റുകളാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാം, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നോക്കാം. പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതായത് ചാപ്റ്റർ നമ്പർ 3 ആണെന്നോ, ഓവർവ്യൂ ആണ് കേട്ടോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓവർവ്യൂ ആണ്, അതിന്റെ 47 ആണ് കേട്ടോ, ചാപ്റ്റർ നമ്പർ 47. അപ്പൊ നോക്കാം. നമ്മൾ രോഗികൾക്ക് സേവനങ്ങൾ കൊടുക്കുമ്പോൾ പരിചരണങ്ങൾ കൊടുക്കുമ്പോൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകള്, പ്രശ്നങ്ങള്, പ്രതിബന്ധങ്ങള്, അതൊക്കെയാണ് എന്ത് പേഷ്യന്റ് സർവീസ് ചാലഞ്ചസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ.
അതിനകത്ത് ഏതൊക്കെ പോയിന്റുകൾ തന്നെ നോക്കിയേ? ക്വാളിറ്റി കെയർ അല്ലെ, ഗുണമേന്മയുള്ള പരിചരണം അല്ലെ, ക്വാളിറ്റി കെയർ. രണ്ടാമത്തെ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അതായത് രോഗിയുടെ സംതൃപ്തി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പഠിച്ചതാണ്, ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചതാണ്. പിന്നെന്താണ്? ന്യൂ ടെക്നോളജി അല്ലെ, നൂതന സാങ്കേതിക വിദ്യകള്. നാലാമത്തെ എന്താണ്? സർവീസ് എക്സ്പാൻഷൻ, അതായത് സേവന വിപുലീകരണം. പിന്നെന്താണ്? ഓവർ ക്രൗഡിങ്. ഓവർ ക്രൗഡിങ് എന്ന് വെച്ചാൽ എന്താണ്? തിരക്കാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, ജസ്റ്റ് ഒന്ന് കേൾക്കാം കേട്ടോ. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ക്വാളിറ്റി കെയർ ആണ് അല്ലെ, ഗുണമേന്മയുള്ള പരിചരണമാണ്. അതായത് നമ്മൾ രോഗികൾക്ക് സേവനങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്ന തരത്തിലുള്ള ഗുണമേന്മയുള്ള പരിചരണമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. അതൊരു ചാലഞ്ചാണ് അല്ലെ, ശരിയല്ല, അതൊരു ചാലഞ്ചാണ്. ഇതിന് എളുപ്പമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് എന്താണ്, ഇപ്പൊ ആശുപത്രികൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ, വലിയൊരു എന്താ പറയാ, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഇല്ല ആശുപത്രി, ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് നമ്മൾ രോഗികൾക്ക് ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകൾക്കും എന്താണ് നിറവേറ്റുന്ന തരത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം കൊടുക്കാനുള്ളത് ഒരു ചാലഞ്ചാണ് അല്ലെ, ശരിയല്ലേ? അതാണ് അവിടെ ക്വാളിറ്റി കെയർ പറഞ്ഞത്. ഏറ്റവും നല്ല പരിചരണം അവർക്ക് കൊടുക്കണം, അത് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊടുക്കണം അല്ലെ. അപ്പൊ അതൊരു ചാലഞ്ചാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഇതിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, രോഗിയുടെ സംതൃപ്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പേഷ്യൻസിന് സേവനങ്ങൾ കൊടുക്കുമ്പോൾ, പരിചരണങ്ങൾ കൊടുക്കുമ്പോൾ അതില് രോഗികൾ തൃപ്തരാണോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് അല്ലെ, എൻഷുവറിംഗ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യൻസിന്റെ രോഗികളുടെ സംതൃപ്തി നമ്മൾ അവിടെ ഉറപ്പാക്കണം. അവർക്ക് നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ സേവനങ്ങൾ ലഭിക്കുമ്പോൾ അവരായിട്ട് നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, വളരെ സിമ്പത്തറ്റിക് ആയിട്ട് നമ്മൾ അവർക്ക് പരിചരണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത്തരം സേവനങ്ങളിലെ രോഗികൾ സംതൃപ്തരാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. അതും എന്താണ്, ഒരു ചാലഞ്ചാണ്, ശരിയല്ലേ? നമ്മൾ വെറുതെ സേവനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതും കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ അതൊരു ചാലഞ്ചാണ്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വരെ, അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവർക്ക് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അതൊക്കെ ഒരു ചാലഞ്ചാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ന്യൂ ടെക്നോളജി, അതായത് നൂതന സാങ്കേതിക വിദ്യകൾ അല്ലെ. നൂതന സാങ്കേതിക വിദ്യകൾ പ്രത്യേകിച്ച് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു സേവനങ്ങളുടെ ആ ഒരു കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ, മെച്ചപ്പെട്ട സേവനങ്ങൾ കൊടുക്കാനായിട്ട് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, അത് കമ്മ്യൂണിറ്റിയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനായിട്ട് അവരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം നമുക്ക് ഇങ്ങനെ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസ് യൂസ് ചെയ്യുക, ടെലിമെഡിസിൻ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക, അല്ലെങ്കിൽ നൂതന മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒരു ചാലഞ്ചാണ് അല്ലെ, അതൊക്കെ ഒരു ചാലഞ്ചാണ്. അതിനൊക്കെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതും എന്താ, പക്ഷെ അത് കൊടുക്കാതെ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ചാലഞ്ചസുകളൊക്കെ വരുന്നുണ്ട് ന്യൂ ടെക്നോളജി. പിന്നെന്താണ് വരുന്നത്? സർവീസ് എക്സ്പാൻഷൻ ആണ്, അതായത് സേവനങ്ങളുടെ വിപുലീകരണം. സർവീസ് എക്സ്പാൻഷൻ, സേവനങ്ങളുടെ വിപുലീകരണം. ഇപ്പൊ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് രോഗികൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, രോഗികൾ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങളും അതിനനുസരിച്ച് വർദ്ധിച്ചു വരികയാണ്. അപ്പൊ ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പുതിയ സ്പെഷ്യാലിറ്റികള്, അല്ലെങ്കിൽ ചില പുതിയ ഹെൽത്ത് പ്രോഗ്രാമുകള്, ഫെസിലിറ്റികളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും. ആ രീതിയിൽ നമുക്ക് സേവനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? വിപുലമാക്കേണ്ടതായിട്ട് വരും. ചില ഹോസ്പിറ്റലിൽ പോയ ചില സേവനങ്ങളൊന്നും അവിടെ നമുക്ക് ലഭിക്കില്ല. ചിലപ്പോൾ ന്യൂറോളജി സേവനം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ ഒരു ലൊക്കാലിറ്റിയിലെ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിനെ ആയിരിക്കാം. അപ്പൊ അവിടെ അങ്ങനെയുള്ള ന്യൂറോ സംബന്ധമായിട്ട് ഇഷ്യൂസ് വരുന്ന പേഷ്യൻസിന് അത്തരം ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അവിടെ ആ ഒരു സേവനം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ പുതിയ സ്പെഷ്യാലിറ്റികൾ, അല്ലെങ്കിൽ പുതിയ ഡിപ്പാർട്ട്മെന്റുകളോ, അല്ലെങ്കിൽ മറ്റുള്ള ഫെസിലിറ്റികളോ, ഹെൽത്ത് പ്രോഗ്രാമുകളോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ രീതിയിൽ നമുക്ക് സേവനങ്ങളെ വിപുലമാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതും ഒരു ചാലഞ്ചാണ്, ശരിയല്ലേ? അതാണ് പറഞ്ഞത് കേട്ടോ, സർവീസ് എക്സ്പാൻഷൻ. ഏറ്റവും ഒടുവിൽ എന്താണ് പറയുന്നത്? ഓവർ ക്രൗഡിംഗ് ആണ്.
തിരക്കാണ് അല്ലെ. അപ്പൊ തിരക്ക് കൂടുമ്പോ പേഷ്യൻസിന്റെ തിരക്ക് കൂടാന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. ആ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ അത്രയും നല്ലതായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന്റെ എണ്ണം കൂടുമ്പോ അല്ലെ, ക്വാണ്ടിറ്റി കൂടുമ്പോ അവിടെ ഓവർ ക്രൗഡിങ് പ്രോബ്ലം വരും. അപ്പൊ ഈ തിരക്ക് കൂടുമ്പോ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പേഷ്യൻസിന് സേവനങ്ങൾ ലഭിക്കാനായിട്ട് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടതായിട്ട് വരും. ശരിയല്ലേ? കൂടുതൽ സമയം കാത്തിരിക്കേണ്ടതായിട്ട് വരും. പിന്നെ മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന പേഷ്യൻസിന് അവരുടെ എണ്ണത്തിനനുസരിച്ച് ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേണ്ടത്ര വിഭവങ്ങൾ റിസോഴ്സസ് ചിലപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എണ്ണം കൂടുതലാണ്. എണ്ണം കൂടുമ്പോൾ ചിലപ്പോൾ ബെഡ് അവൈലബിലിറ്റി കുറയാം, മറ്റുള്ള സേവനങ്ങളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം റിസോഴ്സസ് അവിടെ ലിമിറ്റഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചാലഞ്ചസുകളും അതിനകത്ത് വരുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാലഞ്ചസ് ആണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്വാളിറ്റി കെയർ. ജസ്റ്റ് മനസ്സിലോർത്ത ക്വാളിറ്റി കെയർ എങ്ങനെയാണ്? നമുക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള പരിചരണം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അതൊരു ചാലഞ്ചാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇനി നമ്മൾ എത്ര ക്വാളിറ്റി കെയർ കൊടുത്തു കഴിഞ്ഞാലും അതിൽ രോഗികളെ സന്തുഷ്ടരാണോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. അതെ ജ്യോതി, കറക്റ്റ് ആണ്. റീസണബിൾ പ്രൈസിനും കൂടെ വേണം നമ്മൾ ആ ഒരു കെയർ കൊടുക്കാനായിട്ട്. പിന്നെ മൂന്നാമത്തത് ന്യൂ ടെക്നോളജിയാണ് കേട്ടോ. അതായത് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനായിട്ട് ആളുകളായി കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ടെലിമെഡിസിൻ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. അങ്ങനെയുള്ള ചാലഞ്ചസുകളൊക്കെ മുന്നിലോട്ട് വരും. അതുപോലെ സർവീസ് എക്സ്പാൻഷൻ. ഞാൻ പറഞ്ഞല്ലോ, രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കും. അപ്പൊ അതിനനുസരിച്ച് പുതിയ ഫെസിലിറ്റികൾ, ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആഡ് ചെയ്ത് സേവനങ്ങൾ നമുക്ക് വിപുലമാക്കേണ്ടതായിട്ട് വരും. ഓക്കെ. പിന്നെ വരുന്നത് ഓവർ ക്രൗഡിംഗ് ആണ്. തിരക്ക് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പേഷ്യൻസിന് സൗണ്ട് വരുന്നുണ്ടാ പുറത്തുനിന്ന് ഒന്ന് പറയാമോ? വരുന്നില്ല സംടൈംസ്. ഓക്കെ, ഇല്ല. പറയട്ടെ. ഓക്കെ. അപ്പോ ഓവർ ക്രൗഡിങ് മനസ്സിലായോ? തിരക്ക് കൂടുമ്പോ സർവീസ് എക്സ്പാൻഷൻ. സർവീസ് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ സേവന വിപുലീകരണമാണ്. അതായത് നമ്മൾ രോഗികളുടെ എണ്ണം കൂടുകയാണെന്ന് വിചാരിക്കേ. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ വരുന്നത്, ഇന്നത്തെ കാലത്ത് രോഗികൾ കൂടുതലാണ്, പണ്ടത്തെ പോലെയല്ലല്ലോ. ഇഷ്ടംപോലെ രോഗികൾ ഉണ്ട്, അസുഖങ്ങളും കൂടുതലാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ കൂടുതൽ ഫെസിലിറ്റികളൊക്കെ കൂട്ടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഇല്ലാത്ത സേവനമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി അവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ രീതിയിൽ നമ്മൾ സേവനങ്ങളെ വിപുലമാക്കേണ്ടി വരും. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ കാർഡിയോളജി, പൾമനോളജി, ന്യൂറോളജി സേവനം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ കൂടുതൽ ആളുകൾ ന്യൂറോളജി സേവനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവിടെ തുടങ്ങേണ്ടതായിട്ട് വരും. അത്തരം സേവനങ്ങൾ കൊടുക്കുന്ന ഡോക്ടേഴ്സിനെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ആ രീതിയിൽ സേവനങ്ങളെ നമ്മൾ വിപുലീകരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് കേട്ടോ. മനസ്സിലായുള്ള പോയിന്റുകൾ. ഏതൊക്കെയാണ് പേഷ്യന്റ് സർവീസ് ചാലഞ്ചസിൽ വരുന്നത്? ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ ആൻഡ് ഓവർ ക്രൗഡിംഗ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്നും ആലോചിക്കാം, ഇതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി, എന്നിട്ട് വായിക്കാം കേട്ടോ. അപ്പൊ കിട്ടും നിങ്ങൾക്ക്. ചിലത് ചോദിക്കാട്ടോ. താഴെ തന്നിരിക്കുന്നവയില് പേഷ്യന്റ് സർവീസ് ചാലഞ്ചസിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതണം കേട്ടോ. ഓക്കെ. അടുത്തതാണ് ഇന്റേണൽ ചാലഞ്ചസ്. ഇന്റേണൽ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളില് അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള വ്യക്തികളോ വല്ല ടീമുകളോ തമ്മിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അവിടെ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, അതിനൊക്കെയാണ് ഇന്റേണൽ ചാലഞ്ചസ്. അത് തന്നെ ചോദി കറക്റ്റ് ആണ്. വിത്തിൻത അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന ചില വെല്ലുവിളികളുണ്ട് അല്ലെ. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറയുന്നത്
ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. അത് കറക്റ്റ് ആണ് സാധ്യത. ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ, വെല്ലുവിളികളുണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്തത് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്? ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ, ക്വാളിറ്റി അഷ്വറൻസ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് ഹോസ്പിറ്റലിൽ സേവനം കൊടുക്കുമ്പോൾ ആ സേവനങ്ങളില് ക്വാളിറ്റി എപ്പോഴും അഷ്വർ ചെയ്യുക അല്ലെ. ഏറ്റവും നല്ല ക്വാളിറ്റി അവർക്ക് ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, പരിചരണങ്ങൾ എന്തും കൊടുക്കുമ്പോഴും അവർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ, ഇപ്പൊ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ അവരിലൊക്കെ എന്താണ്? ക്വാളിറ്റി ഉറപ്പുവരുത്തണം അല്ലെ. ആ ക്വാളിറ്റി മാനേജ് ചെയ്യണം. ഓക്കെ, അതൊരു വലിയ ചാലഞ്ചാണ്. അതെ, നല്ല ഗുണനിലവാരം, നല്ല സേവനം. അത് തന്നെ ശ്രീലക്ഷ്മി സുനേനയൊക്കെ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. അതായത് കൊടുക്കുന്ന സേവനങ്ങളിലായിക്കോട്ടെ, പ്രോഡക്റ്റുകളിലായിക്കോട്ടെ, ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. അത് ഒരു നിശ്ചിത കാലഘട്ടം വരെ ക്വാളിറ്റി ഉറപ്പാക്കിയാൽ പോരാ, എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സമയത്തും ക്വാളിറ്റി ഉറപ്പുവരുത്താൻ. ആ ഒരു ക്വാളിറ്റി എന്ത് ചെയ്യണം? കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ക്വാളിറ്റിയിലുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? മാനേജ് ചെയ്ത് പോകണം. അതായത് കുറച്ചു കാലം വരെ നല്ല ക്വാളിറ്റി ആയിരുന്നു, പിന്നീടുള്ള കാലയളവിൽ ആ ക്വാളിറ്റി കുറഞ്ഞു, അങ്ങനെ ആവരുത്. അതിലൊരു കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു ചാലഞ്ചാണ്. ഓക്കെ അല്ലെ. അത് ഹോസ്പിറ്റലുകാർ കൊടുക്കുന്ന സേവനമാണ്. സോ അവിടെ നിന്നും അതിനുള്ളിൽ നിന്നും വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ അതൊക്കെ. അടുത്തത് എന്താണ്? കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലവ് നിയന്ത്രിക്കുക. എന്താണ്? ചെലവ് നിയന്ത്രിക്കുക. നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ പരമാവധി കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവർക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. എന്നാൽ ക്വാളിറ്റിയിൽ കുറവ് വരുത്താൻ പാടും ഇല്ല. ക്വാളിറ്റി കെയർ കൊടുക്കണം, പക്ഷെ പരമാവധി എന്താണ്? കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ വേണം നമ്മൾ സേവനങ്ങൾ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതും ഒരു ചാലഞ്ചാണ്. ഓക്കെ, അങ്ങനെ അതൊരു ചാലഞ്ചാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ നിയന്ത്രണങ്ങളാണ് കേട്ടോ. അതായത് സാമ്പത്തിക നിയന്ത്രണം മീൻസ് പരിമിതികൾ കേട്ടോ, ലിമിറ്റേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. സാമ്പത്തിക പരിമിതികളാണ്. അതായത് ഇപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ കുറവായിരിക്കും അല്ലെ, കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ അവിടെ മാനേജ് ചെയ്തു പോകണം. ബജറ്റുകൾ അനുവദിക്കണം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഓർഗനൈസേഷന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണം. അതൊക്കെ ഒരു ചാലഞ്ചാണ്. പ്രത്യേകിച്ച് നമുക്ക് ഫിനാൻഷ്യൽ സോഴ്സസ് കുറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ച് വരുന്നത്. കാര്യം എന്താണ്? വരുമാനം കുറവായിരിക്കും, പക്ഷെ അതിനനുസരിച്ച് അതിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണം. അപ്പൊ അതൊക്കെ ചാലഞ്ചാണ് കേട്ടോ. ഓക്കെ, അതാണ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. മൂന്നാമത്തെ എന്താണ്? ലീഡർഷിപ്പ് മോട്ടിവേഷൻ. എന്തുകൊണ്ട് ഇത് ചാലഞ്ച് എന്ന് പറയാൻ കാരണം ഇതൊന്നും എളുപ്പം നടക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സുഗമമായിട്ട് നടക്കുന്നതൊന്നും അല്ല കേട്ടോ അത്. ഓക്കെ, അടുത്ത നോക്കാം. ലീഡർഷിപ്പ് മോട്ടിവേഷൻ അല്ലെ. അതായത് ആളുകൾക്ക് പ്രചോദനം കൊടുക്കുക, നേതൃത്വ പ്രചോദനം എന്നൊക്കെ നമുക്ക് പറയാം. ലീഡർഷിപ്പ് മോട്ടിവേഷൻ. പ്രത്യേകിച്ച് ആ ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ അല്ലെ, എംപ്ലോയീസ്, അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കണം അല്ലെ. അവർക്ക് അവരുടെ സേവനങ്ങൾ കൊടുക്കാൻ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കാനായിട്ട് അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം അല്ലെ. അവരെ പ്രൊമോട്ട് ചെയ്യണം, അവരെ സ്വാധീനിക്കണം, അവരെ പ്രചോദിപ്പിക്കാന്നുള്ളതും ഒരു ചാലഞ്ച് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്? മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പേഷ്യന്റ് സർവീസ് ന്യൂ ടെക്നോളജി, അത് തന്നെ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ് കേട്ടോ. അതായത് ആധുനിക സാങ്കേതിക വിദ്യകൾ. അത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? അത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. എന്നുവെച്ചാൽ അവരുടെ ജോലി കുറെ കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവരും അതിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ചെലവുകൾ കൂടുതലാണ്, പക്ഷെ നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ, ക്ലിയർ ആണല്ലോ. അതാണ് കേട്ടോ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, ആര് എക്സാമ്പിൾ പറഞ്ഞൊരു കീ ഹോൾ സർജറി. കീ ഹോൾ സർജറി കറക്റ്റ് ആണ് കേട്ടോ. ജോബിയാണ് പറഞ്ഞത്, കറക്റ്റ് ആണേ. പിന്നെന്താണ്? കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് കേട്ടോ. നമുക്കറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. അടിക്കടി ഹോസ്പിറ്റലുകളാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു മേഖലയാണ് അല്ലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില്
അപ്പൊ അതിന് മുന്നിട്ട് നിൽക്കുക എന്നുള്ളതും എന്ത് തന്നെയാണ്, ഒരു ചാലഞ്ചാണ് അല്ലെ. ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾ ഉണ്ട്, എല്ലാവരും നല്ല നല്ല സേവനങ്ങൾ കൊടുക്കുന്നതിൽ എന്താണ് വളരെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുക എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു ചാലഞ്ചാണ്. ഓക്കെ, ഇതാണ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് കേട്ടോ. അടുത്തത് എന്താണ്, പവർ ക്രേസ് കേട്ടോ. ഏതെങ്കിലും പോയിന്റ് ഓക്കെ എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. ജസ്റ്റിനെ കോമ്പറ്റീഷൻ സാധനത്തിക്കിട മനസ്സിലാതെ ശരിയാണ്, നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമുള്ളൂ. അടുത്തതാണ് പവർ ക്രേസ്. പവർ ക്രേസ് നമുക്ക് ചിലവർക്ക് പവറിനോടാവും, അധികാരത്തിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും അല്ലെ. അധികാരം വേണം എന്നുള്ളൊരു ഭയങ്കര അങ്ങനെ അതിനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളില്, ഓർഗനൈസേഷന്റെ ഉള്ളില് തന്നെ ചിലപ്പോൾ ചില പൊസിഷന് വേണ്ടിയിട്ടോ ചില അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹങ്ങള് ഈ പറയുന്ന സ്റ്റാഫുകൾക്കിടയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭയങ്കര വലിയ പ്രശ്നങ്ങൾക്ക് ഇടവരുന്നു. ശരിയല്ലേ? അതൊക്കെ ഒരു വലിയ ചാലഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് ആളുകൾ തമ്മിൽ പരസ്പരം എന്താണ് ഒരു മത്സരം വരിക, അവർക്കിടയിൽ അതിന്റെ പേരില് ഒരു ബുദ്ധിമുട്ടുകൾ, ഡിസ്പ്യൂട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് കെയറിനെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ള പവർ ക്രേസും ഒരു ചാലഞ്ചാണ് കേട്ടോ. അതിനുള്ളിലുള്ള സ്റ്റാഫുകൾ തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും അധികാരത്തിനോ പൊസിഷനോ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വെച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കാതെ വരും. അത് സ്വാഭാവികമായിട്ടും ഹെൽത്ത് കെയറിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതൊരു ചാലഞ്ചാണ്. പിന്നെന്താണ് പറയുന്നത്, മാൻ പവർ മാനേജ്മെന്റ് ആണ് അല്ലെ. മാൻ പവർ മാനേജ്മെന്റ് അതായത് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങള് നിർവഹിക്കാനായിട്ട്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങള് നിർവഹിക്കാനായിട്ട് അവിടുത്തെ വർക്ക് ഫോഴ്സിനെ എന്ന് വെച്ചാൽ അവിടുത്തെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യുക അല്ലെ. അവിടുത്തെ എംപ്ലോയീസുകളെ അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, വളരെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുക, അതും ഒരു ചാലഞ്ചാണ്. അതാണ് മാൻ പവർ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ് ടെക്നോളജി മാനേജ്മെന്റ് അല്ലെ. ടെക്നോളജി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇതൊക്കെ ഒരുപാട് പുതിയ ടെക്നോളജികളൊക്കെ നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ നമ്മള് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ പഠിച്ചില്ലേ, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അതൊക്കെ അങ്ങനെയൊക്കെ ഓരോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളാണ്, ഹാർഡ്വെയർസ് ആണ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം. എന്നും എപ്പോഴും സ്ഥിരമല്ലല്ലോ, എപ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ വരികയാണ്. അപ്പൊ അതിനൊത്ത് മാറിക്കൊണ്ടിരിക്കണം അല്ലെ. അതൊക്കെ ടെക്നോളജി പരമായിട്ടുള്ള മാറ്റങ്ങൾ കേട്ടോ പ്രത്യേകിച്ച്. അപ്പൊ അതാണ് ടെക്നോളജി മാനേജ്മെന്റ്. പിന്നെന്താണ് പറയുന്നത്, ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എന്താണ് ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ? ഒരു സ്ഥിരമായിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അതൊരു വലിയ ചാലഞ്ചാണ്. എന്ന് പറഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ പോയിന്റാണ്, നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ആയിക്കോട്ടെ, ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ഡയഗ്നോസിസ് ആയിക്കോട്ടെ, എല്ലാത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മാറ്റങ്ങൾക്കൊത്ത് പൊരുത്തപ്പെടാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കണമെങ്കിൽ അവിടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് വേണ്ടത്. ആണല്ലോ. അതായത് എപ്പോഴും ഒരു ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത്തരം മാറ്റങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിയല്ലേ? നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചപ്പോ എവിടെയോ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞത്, സ്കില്ലിലോ എന്തോ നമ്മൾ പറഞ്ഞത് ഫ്ലെക്സിബിലിറ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അതായത് വരുന്ന മാറ്റങ്ങൾക്കൊത്ത് മാറാനും പൊരുത്തപ്പെടാനുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആവുമ്പോൾ അത് സ്ഥിരമാണ്, അവിടെ ഫ്ലെക്സിബിലിറ്റി ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നടക്കില്ല. വരുമ്പോ മാറ്റങ്ങൾ വരും, അപ്പൊ അതിനൊത്ത് ഒത്തുപോകണം, മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ അവിടെ കുറെ കൂടെ ഫ്ലെക്സിബിലിറ്റി വേണം കേട്ടോ. അപ്പൊ ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഒരു ചാലഞ്ച് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ പോയിന്റുകള്, ക്വാളിറ്റി മാനേജ്മെന്റ്, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. അത് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഷയിൽ അവിടെ എഴുതി വെച്ചോണ്ടാ, പിന്നീട് വായിക്കുമ്പോൾ കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരരുത് കേട്ടോ. ഇത് എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളോട് ചോദിക്കാൻ ഇന്ത്യയുടെ ചാലഞ്ചസ് എന്താണ്, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ചാലഞ്ചസ് ആണ്, അതിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് നിങ്ങളോട് ചോദിക്കുക. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ രീതിയിൽ എഴുതി വെച്ചോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ.
പവർ ബേസ്, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, മാൻ പവർ മാനേജ്മെന്റ്, ടെക്നോളജി മാനേജ്മെന്റ്, ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അല്ലാണ്ട് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഏതൊക്കെ എവിടേക്കാണെന്നൊരു കൺഫ്യൂഷൻ വരും കേട്ടോ. അതുകൊണ്ടാണ്. അടുത്തതാണ് എക്സ്റ്റേണൽ ചാലഞ്ചസ് കേട്ടോ. എക്സ്റ്റേണൽ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുറത്തു നിന്നും വരുന്ന വെല്ലുവിളികളാണ് കേട്ടോ. പുറത്തു നിന്നും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും ഒക്കെയാണ് അവിടെ പറയുന്നത്. അതൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയേ, ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. ബയോമെഡിക്കൽ വേസ്റ്റുകൾ അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പൊ ഇത്തരം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത് സംബന്ധമായിട്ടുള്ള നിയമങ്ങള്, ചട്ടങ്ങള്, അതിന്റെ കുറെ നിയന്ത്രണങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം അല്ലെ. കാര്യം നമ്മൾ വേസ്റ്റുകൾ പുറത്തേക്കാണ്, നമ്മുടെ എൻവയോൺമെന്റിലേക്ക് ആയിരിക്കും മിക്കവാറും അത് ഡിസ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഡിസ്പോസ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസോ ചട്ടങ്ങളോ ഒക്കെയുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ ഡിസ്പോസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം അത് നമ്മുടെ എൻവയോൺമെന്റിനെ ദോഷമായിട്ട് ബാധിക്കും, അത് ആളുകളെ ബാധിക്കും. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ നമുക്ക് പുറത്തു നിന്ന് പല ചാലഞ്ചസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻസ്. രണ്ടാമത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെ. കൺസ്യൂമർ ഇവിടുത്തെ ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ. അതായത് പേഷ്യൻസിന്റെ സംരക്ഷണം, അവരുടെ സുരക്ഷയും അവരുടെ ക്ഷേമവും അവിടെ ഉറപ്പാക്കിയിരിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഈ പറയുന്ന പേഷ്യൻസിൽ നിന്ന്, അതായത് പുറത്തു നിന്ന് നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അവിടുത്തെ രോഗികളുടെ സുരക്ഷയും ക്ഷേമവും ഒക്കെ മെച്ചപ്പെടുത്തിയിരിക്കണം. ഇങ്ങനെ അത് ഉറപ്പുവരുത്താന്നുള്ളതും ഒരു ചാലഞ്ചാണ്. പിന്നെ വരുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റൈറ്റ് ടു ഇൻഫർമേഷൻ കേട്ടിട്ടുണ്ടോ? വിവരാവകാശം കേട്ടിട്ടില്ലേ നിങ്ങൾ? റൈറ്റ് ടു, അത് തന്നെ വിവരാവകാശം. അത് ഏതൊരു പൗരനുള്ള അവകാശമാണ് കേട്ടോ. ഏത് സാധാരണക്കാർക്കുള്ള അവകാശമാണ് വിവരാവകാശം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഏതൊരു എന്താ പറയുക, ഗവൺമെന്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും കാര്യം സാധാരണക്കാരനായ ഏതൊരു പൗരനും ഒരു 10 രൂപ ചെലവില് നമുക്കത് വിവരാവകാശം വെച്ച് നമുക്ക് അന്വേഷിക്കാം. കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അറിയാലോ നിങ്ങൾക്ക് വിവരാവകാശത്തെ പറ്റി. കറക്റ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കേട്ടോ, നമ്മുടെ മൗലിക അവകാശത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കാം, റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ പേഷ്യൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ്, അവർക്കും അവരുടേതായ കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങളുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ പഠിച്ചപ്പോ പേഷ്യന്റിനുണ്ട് അവരുടേതായ ചില അവകാശങ്ങളുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ വിവരങ്ങൾ അറിയാനുള്ള ആ ഒരു റൈറ്റ് ഉണ്ട്. അങ്ങനെ അവർ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് റിപ്ലൈ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഹോസ്പിറ്റലിനുണ്ട് അല്ലെ. അപ്പൊ പുറത്തു നിന്നും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, പുറത്തു നിന്നും ഒരു പേഷ്യൻസ് വരുന്നു, അവരെന്തെങ്കിലും നമ്മുടെ സേവനത്തെ പറ്റി, അവർക്ക് ലഭിച്ച ട്രീറ്റ്മെന്റിനെ പറ്റി നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മറുപടി കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അങ്ങനെയുള്ള പല ചാലഞ്ചസുകളും നമുക്ക് പുറത്തു നിന്ന് വരാം. ഓക്കെ, ക്ലിയർ ആണോ? റൈറ്റ് ടു ഇൻഫർമേഷൻ ട്ടോ. എന്താണ് രേഷ്മ? ബയോമെഡിക്കൽ മാനേജ്മെന്റ്. ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞാല് ബയോമെഡിക്കൽ വേസ്റ്റുകൾ വരില്ലേ ഹോസ്പിറ്റലില്? വരില്ലേ? ഇപ്പൊ സർജറി ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെയൊക്കെ എല്ലാം വേസ്റ്റുകൾ വരും ധാരാളമായിട്ട്, ലാബ് വേസ്റ്റുകളൊക്കെ വരും അല്ലെ. അപ്പൊ അത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ നിയമവിധേയമായിട്ട് വേണം നമ്മൾ അങ്ങനത്തെ ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ മാനേജ് ചെയ്യാനായിട്ട്. അതൊക്കെ ഒരു ചാലഞ്ചാണ് അല്ലെ. ഒരു ഹെൽത്ത് കെയർ ഫീൽഡില് അവർക്ക് വരുന്ന ചാലഞ്ചുകളാണ് അല്ലെ. അവർക്ക് നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളാണ്. എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതി നമുക്കത് സോൾവ് ചെയ്യണം. പക്ഷെ ഇതൊക്കെ ഒരു മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഹെൽത്ത് കെയർ സിസ്റ്റം പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്തതാണ് ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ് കേട്ടോ. ലീഗൽ ഇഷ്യൂസ്, നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും വരാം. ഇപ്പൊ നമ്മൾ MLC പഠിച്ചില്ലേ, മെഡിക്കോ ലീഗൽ കേസുകള്. മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വരുമ്പോൾ ധാരാളം നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലുകാർക്ക് പല അന്വേഷണങ്ങളുമായിട്ട് സഹകരിച്ചു പോകേണ്ടതായിട്ട് വരും. പല നിയമ പ്രശ്നങ്ങളിലും അവർക്ക് കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പല ചാലഞ്ചസുകൾ നേരിടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എത്തിക്കൽ ഫാക്ടേഴ്സ് അല്ലെ, ധാർമ്മികമായിട്ടുള്ള വശങ്ങൾ, അത് ഹോസ്പിറ്റലിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവരുടേതായ എത്തിക്സ് ഉണ്ടല്ലോ. ആ എത്തിക്സ് വിട്ട് അവർക്ക് പെരുമാറാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ചാപ്റ്റർ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള എത്തിക്കൽ ഫാക്ടേഴ്സ്, ധാർമ്മികമായിട്ടുള്ള വശങ്ങളിൽ ധാർമ്മികത കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്താണ് സേവനങ്ങൾ കൊടുക്കാന്നുള്ളതും ഒരു ചാലഞ്ചാണ്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? പബ്ലിക് റിലേഷൻസ് അല്ലെ.
അതായത് ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുക, എൻഷുവറിംഗ് ദ പബ്ലിക് റിലേഷൻസ് അല്ലെ. ആളുകളിലെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉറപ്പാക്കുക എന്നുള്ളതും ഒരു ചാലഞ്ച് ആണ്. അതൊന്നും എളുപ്പം നടക്കുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, പബ്ലിക്കിന്റെ അടുത്തേക്ക് ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ചാലഞ്ച് ആണ് കേട്ടോ, പബ്ലിക് റിലേഷൻസ്. പിന്നെ എന്താണ് പറയുന്നത്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കേട്ടോ. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം. അതായത് ഇന്നിപ്പോ ഏതൊരു ഓർഗനൈസേഷനും നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ. രാഷ്ട്രീയ സ്വാധീനം വളരെയധികം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ഉദ്യമമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ രാഷ്ട്രീയ സ്വാധീനം മൂലം അത് പ്രതികൂലമായിട്ട് ചിലപ്പോൾ നമുക്ക് നിർത്തിവെക്കേണ്ടതായിട്ടൊക്കെ വരാം. അത് ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല, നെഗറ്റീവ് ഉണ്ട്, അതിന് പോസിറ്റീവ് സൈഡ് ഉണ്ട് കേട്ടോ. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡും വരാം, പോസിറ്റീവ് സൈഡും വരാം. നമ്മളിവിടെ ചാലഞ്ച് പറയുന്നത് കൊണ്ട് നെഗറ്റീവ് സൈഡാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുന്നത്, ചുമ്മാ ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു കമ്പനി, ആ ഒരു കമ്പനി ഇപ്പൊ ഏതെങ്കിലും ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തു, പ്രത്യേകിച്ച് ഈ പറയുന്ന ആളുകൾ നേരിടുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന് കുറെ കൂടെ എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ക്യൂർ ചെയ്യാനും പാകത്തിന് ഒരു പുതിയൊരു ടെക്നോളജി അവർ വികസിപ്പിച്ചെടുക്കും ഇരിക്കട്ടെ. പക്ഷെ ആ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ആ സമയത്ത് ഗവൺമെന്റിൽ നിന്ന് ഒരു ഓർഡർ വരെയാണ്, ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ വരെയാണ്, ഇത്തരം ടെക്നോളജി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് കോസ്റ്റ് കൂടുതലാണ്, ചെലവ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതിന് കൊടുക്കുന്ന അംഗീകാരം വൈകിപ്പിക്കുക അല്ലെ, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അംഗീകാരം വൈകിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാമല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു ഉദ്യമം വേണ്ടാന്ന് വെക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മറ്റു പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും. ആ രീതിയിൽ ഒന്ന് ചിന്തിക്കാം കേട്ടോ. അതാണ് അവിടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അത് അല്ലാണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂല അല്ലെ, നടക്കില്ല, അല്ലെങ്കിൽ നടത്തിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണല്ലോ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ട് എടുക്കല്ല, പോസിറ്റീവ് സൈഡും ഉണ്ട് കേട്ടോ. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പൊ നെഗറ്റീവിന് നമ്മളിപ്പോ ചാലഞ്ച് പറയുന്നത് കൊണ്ട് നെഗറ്റീവ് സൈഡ് പറഞ്ഞു മാത്രം കേട്ടോ. അപ്പൊ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കേട്ടോ, രാഷ്ട്രീയ സ്വാധീനം. അടുത്തതാണ്, അപ്പൊ ഇത്രയാണ് നമ്മൾ പറയുന്ന ചാലഞ്ചസ്. ഇതൊക്കെയാണ് ഏഷ്യൻ സർവീസ് ചാലഞ്ചസ്, പിന്നെ ഇന്റേണൽ ചാലഞ്ചസ്, എക്സ്റ്റേണൽ ചാലഞ്ചസ്. ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവത്തുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും ഒടുവിലോട്ട് പോവാണ്, ഏറ്റവും ലാസ്റ്റത്തേക്ക് എത്താണ് നമ്മള് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചാലഞ്ചസ് കേട്ടോ. അപ്പൊ ചാലഞ്ചസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ചാലഞ്ചസുകള് എന്താണ് മീറ്റ് ചെയ്യാനായിട്ട് അല്ലെ, ഇത്തരം ചാലഞ്ചസുകൾ നേരിടാനായിട്ട് എന്തെല്ലാം സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് അല്ലെ, എന്തെല്ലാം തന്ത്രങ്ങളാണ്, അതന്നെ തന്ത്രമാണ്, എന്തെല്ലാം സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്തെല്ലാം പ്ലാനിങ്ങുകളാണ് നമ്മൾ ഇത്തരം ചാലഞ്ചസുകളെ നേരിടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഒന്നാമത്തത് ഇതാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. എന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്? അതായത് സാങ്കേതിക പുരോഗതിയിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഇത്തരം വെല്ലുവിളികളെ നേരിടാനായിട്ട് സാധിക്കും. സാങ്കേതിക പുരോഗതിയിലൂടെ അല്ലെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് കൂടുതൽ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അല്ലെ. ഇവ നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവും, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകള്, അതുപോലെ ടെലിമെഡിസിൻ സൗകര്യങ്ങള്, നൂതന മെഡിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ ഹെൽത്ത് കെയർ ഫീൽഡിലെ പല ചാലഞ്ചസുകളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കോസ്റ്റ് ഉണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് അതിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കേട്ടോ. സാങ്കേതിക പുരോഗതിയിലൂടെ നമുക്ക് അത്തരം പ്രശ്നങ്ങളെ നേരിടാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നതാണ് പവർ ഷെയറിങ് അല്ലെ, അധികാരം നമ്മൾ പങ്കിടുക. നേരത്തെ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്റേണൽ ചാലഞ്ചസില് പവർ ക്രേസ് എന്ന് പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞത് ഓർമ്മയില്ല? അതായത് ചില അധികാരത്തിന് വേണ്ടിയിട്ട് ആളുകൾ തമ്മിൽ എന്ത് ചെയ്യും, ഒരു മത്സരം വരും, അവർക്കിടയിൽ അതിന്റെ പേരില് ഡിസ്പ്യൂട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പവർ ഷെയർ ചെയ്യണം അല്ലെ. പവർ നമ്മൾ ഒരിക്കലും, അധികാരം നമ്മൾ ഒരാൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു പൊസിഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് ആളുകൾ ആ ഒരു പൊസിഷന്റെ വാല്യൂ കൂടുതൽ കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ തമ്മിൽ മത്സരിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരണ്ട. പവർ ഷെയർ ചെയ്യാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാം, അവിടെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക. ആരും ആർക്കും മുന്നിലാണെന്നോ താഴെയാണെന്നോ അങ്ങനെ ഒരു ഇത് വരാതെ, വിവേചനം വരാതെ പവർ അവിടെ എല്ലാവർക്കും എല്ലാ രീതിയിലും ഷെയർ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ അവരുടെ ആശയങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോം അവർക്ക് കൊടുക്കുക, അവർക്കുള്ള പവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അധികാരം പങ്കിട്ട് കൊടുക്കുക. അപ്പൊ കുറെ ചാലഞ്ചസുകൾ നമുക്ക് അവിടെ നേരിടാനായിട്ട് സാധിക്കും. ഇപ്പൊ അവർ ക്രേസ് പോലുള്ള പ്രശ്നങ്ങൾ ഇതിലൂടെ വരുന്നില്ല. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പവർ ഷെയറിംഗ് ക്ലിയർ ആണല്ലോ പറഞ്ഞത്. മൂന്നാമത്തെയാണ് അവാർഡ്സ് ആൻഡ് പനിഷ്മെന്റ്, അല്ലെ? അവാർഡുകളും അതുപോലെ തന്നെ ശിക്ഷയും. അവാർഡ്സ് ആൻഡ് പനിഷ്മെന്റ്. അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ നല്ല സേവനങ്ങൾ, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നടത്തുന്ന ജീവനക്കാരാണെങ്കിൽ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ റീൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ അംഗീകരിക്കുക, അല്ലെ? അവർക്ക് അതിനായിട്ട് അവാർഡുകൾ കൊടുക്കുക. അപ്പൊ അവർക്ക് എന്താണ്, അവർക്കൊരു എന്നും അത് നിലനിർത്താനുള്ള ഒരു മനോഭാവം അവർക്ക് ഉണ്ടായിരിക്കും. അവരങ്ങനെ നിലനിർത്തുമ്പോൾ അതിന്റെ ഫലം ലഭിക്കുന്നത് ആളുകൾക്കാണ്, അല്ലെ? അപ്പൊ അവർ നല്ല സേവനങ്ങൾ അവരിൽ നിന്ന് കിട്ടും. ആ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് പേഷ്യൻസിനും സാധിക്കും. അപ്പൊ അവാർഡ്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പനിഷ്മെന്റ്, അല്ലെ? അതന്നെ ചോദ്യം, മോട്ടിവേറ്റ് ആണ്, അല്ലെ? അതുപോലെ തന്നെയാണ് പനിഷ്മെന്റ്. ഇപ്പൊ മോശമായിട്ട് സേവനങ്ങൾ കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക. അത് ഒരു ശിക്ഷണം കൂടിയാണ്, അല്ലെ? ഒരു ശിക്ഷയാണ്, പനിഷ്മെന്റ് ആണ്. കാരണം എന്താണ്, അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാതിരിക്കാനായിട്ട്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരം അച്ചടക്ക നടപടികളൊക്കെ അവർക്കെതിരായിട്ട് സ്വീകരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചാലഞ്ചസുകൾ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെ ജോലി, വീണ്ടും അതന്നെ ശിക്ഷ കൊടുക്കുക. അതെ, അടുത്തത് എന്താണ്, ഇൻക്രീസ് എഫിഷ്യൻസി കേട്ടോ. അതായത് കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അതായത് ഹെൽത്ത് കെയർ ഫീൽഡിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ ഇൻക്രീസ് എഫിഷ്യൻസി. എന്താണ് ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, അതായത് രോഗികളുടെ സുരക്ഷയും പരിചരണവും ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക, അല്ലെ? മെച്ചപ്പെടുത്തുക. എന്താണ് പറയുന്നത്, ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ആധുനിക ഹോസ്പിറ്റൽ വിവര സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, HIS നമ്മൾ പഠിച്ചില്ലേ, LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങള്, വിവര സംവിധാനങ്ങളൊക്കെ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഉപയോഗപ്പെടുത്തുക. എന്താണ് പറയുന്നത്, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. നിങ്ങൾ മാർക്കറ്റിംഗ് പഠിച്ചതാണ്, അല്ലെ? മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, അതായത് ഹോസ്പിറ്റലിലെ ഓരോ സേവനങ്ങളും കൃത്യമായിട്ട് നമ്മൾ പേഷ്യൻസിലേക്ക് എത്തിക്കാനും അതിലൂടെ പേഷ്യൻസിനെ ഹോസ്പിറ്റൽ സേവനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യുക. ഹോസ്പിറ്റൽ സേവനങ്ങളെ നല്ല രീതിയിൽ നമ്മൾ പരസ്യപ്പെടുത്തുക, അല്ലെ? മാർക്കറ്റ് ചെയ്യുക. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻസ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും, അല്ലെ? ഓക്കെ, അതന്നെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആഡുകള്, അതുപോലെ തന്നെ മീഡിയാസ്, അതിലൂടെയൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ സേവനങ്ങളെ കൂടുതൽ എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ലീഡർഷിപ്പ് മോട്ടിവേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ് ലീഡർഷിപ്പ് മോട്ടിവേഷൻ. അവിടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെ? അവർ നല്ല രീതിയിൽ എന്താ പറയാ, പ്രോത്സാഹിപ്പിക്കുക, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക. അപ്പൊ നല്ല സേവനങ്ങൾ നമുക്ക് അവരിൽ നിന്ന് ലഭിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു സേവനങ്ങളുടെ എന്താണ് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പേഷ്യൻസ് ആയിരിക്കും, അല്ലെ? ഓക്കെ, എന്താണ് കരിയർ ഡെവലപ്മെന്റ്, അല്ലെ? കരിയർ ഡെവലപ്മെന്റ്, അതായത് അവിടുത്തെ ജീവനക്കാർക്ക് അവരുടെ കരിയർ, അല്ലെ, അവരുടെ കരിയർ വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ അവർക്ക് ഈ പറയുന്ന മെന്റർഷിപ്പ്, അല്ലെങ്കിൽ അവർക്ക് കോച്ചിങ്ങുകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിശീലനങ്ങളോ ഇൻ സർവീസ് ട്രെയിനിങ്ങുകളോ അങ്ങനെയുള്ള എന്താ പറയാ, അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം, അപ്പൊ അവരുടെ സ്കില്ലും നോളജും എല്ലാം നമുക്ക് അതിലൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കരിയർ ഡെവലപ്മെന്റിനുള്ള അവസരങ്ങളും അവർക്കായിട്ട് ഒരുക്കി കൊടുക്കുക. പറയുന്നതാണ് റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ ദ സ്റ്റാഫ്. ഓറിയന്റേഷൻ എന്ന് പറയില്ല, ഓറിയന്റേഷൻ ക്ലാസ് എന്നൊക്കെ പറയുന്നത് റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, അതായത് ഈ സർവീസിൽ തന്നെ ഇരിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. പരിശീലനങ്ങൾ എന്ന് പറയുമ്പോൾ എന്നും എന്താണ് ഒരു പ്രാവശ്യമാണ് പരിശീലനങ്ങൾ കൊടുക്കുന്നത്, അല്ല, പല പല സാഹചര്യങ്ങളിൽ പല പല സമയങ്ങളിലായിട്ട് അവർക്ക് പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ടെക്നോളജി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കൊടുക്കണം, അല്ലെ? അങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് അത് കുറേ കൂടെ നമുക്ക് ഹെൽത്ത് കെയർ മെച്ചപ്പെട്ടതാക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? അതാണ് പറഞ്ഞത് കേട്ടോ, റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ ദി സ്റ്റാഫ്. എന്താണ് റീസ്ട്രക്ചറിങ്. അതായത് നേരത്തെ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു,
ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏറ്റവും വലിയൊരു ചാലഞ്ച് ആണ് പറയുന്നത് അല്ലെ. മാറുന്ന മാറ്റങ്ങൾക്കൊത്ത് പൊരുത്തപ്പെടാതെ നവീകരിക്കാനും ഒരു ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇപ്പോഴും എന്താണ് ഒരു തടസ്സം ഉണ്ടാകും. അതേസമയം നമ്മൾ റീസ്ട്രക്ചർ ചെയ്യാണ് വിചാരിക്കുക. റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്കറിയാം ഒരു ഹെൽത്ത് കെയർ ഫീൽഡ് എടുത്താൽ അവിടെ ഇന്ന ആൾക്കാർക്ക് ഇന്ന ഫീൽഡ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് ഇത്ര ആളുകൾ ഇന്ന ഒരു ഫീൽഡ്, അങ്ങനെ ഓരോരുത്തർക്കായിട്ടും ഓരോരോ ഫീൽഡുകൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആളുകളുടെ എല്ലാവരുടെയും സ്കില്ലും കപ്പാസിറ്റിയും എല്ലാവരുടെയും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ, വ്യത്യാസം ഉണ്ടായിരിക്കും. അതൊന്നും അറിയാതെയാണ് നമ്മൾ ഓരോരുത്തരെയും പല പല ഫീൽഡുകളിലായിട്ട് വെച്ചിരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം? ആ സ്ട്രക്ചറിനെ നമ്മളൊന്ന് മാറ്റണം അല്ലെ, റീസ്ട്രക്ചർ ചെയ്യണം. അപ്പൊ റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ പലവരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി റീസ്ട്രക്ചർ ചെയ്യുമ്പോഴാണ് ഓരോരുത്തർക്കും അവരുടെ സ്കില്ലിനും കപ്പാസിറ്റിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായത്? ഇതൊരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനായിട്ടാണ്. ഒരു ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്നും മാറിയിട്ട് കുറെ കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് റീസ്ട്രക്ചർ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, റീസ്ട്രക്ചറിങ്. പിന്നെന്താണ് പറയുന്നത്? ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. അതാണ് ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഓരോ ജീവനക്കാർക്കും, അതായത് ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള അറിവ് അവർക്ക് കൊടുത്തിരിക്കണം. അതല്ലേ പങ്ക്ച്വാലിറ്റി, എഫിഷ്യൻസി, കറക്റ്റ് അഡീഷൻ. അതായത് അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ പറ്റി കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ല അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഫഷ്യൻസി വർദ്ധിക്കാനും അവരുടെ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരെ വൈലേറ്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് അവർക്ക് അതിനെ പറ്റി ക്ലിയർ കട്ട് ഇൻഫർമേഷൻസ് കൊടുത്തു. ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെ നമുക്ക് തന്നെ ആലോചിച്ച് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതിക പുരോഗതിയിലൂടെ, അതുപോലെ പവർ ഷെയറിംഗ്, അധികാരം നമ്മൾ പങ്കിടുക, അവാർഡ്സ് ആൻഡ് പനിഷ്മെന്റ്സ് അല്ലെ, നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉള്ളവർക്ക് അവാർഡ്സും, ഇനി പെർഫോമൻസ് അല്ലെങ്കിൽ മോശം സേവനങ്ങൾ കൊടുക്കുന്ന ആളുകൾക്ക് അച്ചടക്ക നടപടികളൊക്കെ എടുത്ത് ആ രീതിയിലുള്ള പനിഷ്മെന്റ് ഒക്കെ കൊടുക്കുക. പിന്നെ ഇൻക്രീസ് എഫിഷ്യൻസി അല്ലെ, ഈ പറയുന്ന കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പേഷ്യന്റിന്റെ സേഫ്റ്റിയും പരിചരണവും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ആധുനിക ആശുപത്രി വിവര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, ഹോസ്പിറ്റൽ സേവനങ്ങളെ പരമാവധി നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കുക, കരിയർ ഡെവലപ്മെന്റ് അല്ലെ, അവരുടെ ആ ഒരു പ്രൊഫഷ്യൻസി, അവരുടെ സ്കില്ല്, അവരുടെ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതില്ല, അതിലൂടെ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ഒരുക്കി കൊടുക്കുക. പിന്നെന്താണ്? റീ ഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ് അല്ലെ, സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, റീസ്ട്രക്ചറിങ് നടത്തുക. ഞാൻ പറഞ്ഞല്ലോ ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ല നമുക്ക് വേണ്ടത്, കുറേ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് വേണ്ടത്. അപ്പൊ അതിനായിട്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റീസ്ട്രക്ചറിങ് നടത്തുക, ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ എന്താ പറയാ, അവര് കുറെ കൂടെ അവരുടെ സ്കില്ല് വർദ്ധിക്കും, അവരുടെ നോളജ് വർദ്ധിക്കും, അവരുടെ കുറെ കൂടെ റെസ്പോൺസിബിൾ ആകും. അതിനനുസരിച്ചുള്ള സേവനങ്ങൾ നമുക്ക് ഹെൽത്ത് കെയർ ഫീൽഡിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ആ സേവനങ്ങൾ നല്ല രീതിയിൽ കൈപ്പറ്റാനായിട്ട് നമ്മുടെ പേഷ്യൻസിന് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതോടുകൂടി നമ്മുടെ ഓവർവ്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിക്കാണ്, എന്റെയും ചാപ്റ്റർ അവസാനിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് ജസ്റ്റ് റിവിഷൻ ചെയ്യാം കേട്ടോ. എന്റെ ലാസ്റ്റ് ക്ലാസ് തിങ്കളാഴ്ചയാണ്. അപ്പൊ പരമാവധി നിങ്ങൾ ആരും അന്ന് വരാതിരിക്കരുത്, ലീവ് ആവരുത്. ക്ലാസ് ഒക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പരമാവധി എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്യണം. ഞാൻ നിങ്ങളാരെയും കണ്ടിട്ടില്ല, അപ്പൊ കാണാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും തിങ്കളാഴ്ച മതി, മൺഡേ മതി കേട്ടോ. അപ്പൊ മൺഡേ നമുക്ക് ഞാൻ പറയും. എനിക്ക് പിന്നെന്താ കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. പിന്നെ എന്താണ്, കുറെ സംസാരിക്കാനുണ്ട്, പക്ഷെ എന്താ പറയാ, സമയമൊന്നും കിട്ടാറില്ല. പോർഷൻസ് ഒക്കെ എടുത്തു തീർക്കാനുള്ളതുണ്ട്. അതിന്റെ ഒരു ടൈമിനുള്ളിൽ എടുത്തു തീർക്കണമല്ലോ. അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സംസാരിക്കാനൊക്കെ പറ്റാത്തത് കേട്ടോ. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളാണ്. നിങ്ങളെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ആ ഒരു അടുപ്പം നിങ്ങളോട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. പ്രത്യേകിച്ച് എന്റെ കുറച്ച് ബാച്ച് ആയതുകൊണ്ടായിരിക്കാം.